Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Friday class ഉണ്ടായില്ലേ? കഴിഞ്ഞ ട്യൂസ്ഡേ കണ്ടാണല്ലേ? അതെ. അയ്യോ എടുത്തതൊക്കെ ഓർമ്മിക്കോ? എന്താണെന്നും പറയാത്തെ മറന്നുപോയോ എല്ലാവരും പഠിച്ചതൊക്കെ? ആരതി മറന്നെന്നാണോ ഓർമ്മയുണ്ടെന്നാണോ? ഓർമ്മയില്ല. ഓക്കെ, ബാക്കി എല്ലാവർക്കോ? പിന്നെ ഡൗട്ട്സ് ഉണ്ടോ? ഓർമ്മയുണ്ട്. ഓർമ്മയില്ല. കണ്ടിന്യൂ ചെയ്യട്ടെ മിസ്? ഓക്കെ സർ. നെഗോസിയേഷൻ കമ്മിറ്റി മുതലാണ് അല്ലെ മിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ? ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞില്ലേ? ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോസിയേഷൻ മിസ് എടുത്തല്ലോ. ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ അത് മുതൽ തുടങ്ങാം കേട്ടോ. ഒന്നുകൂടെ തുടങ്ങാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോസിയേഷൻ അല്ലെ? നമ്മുടെ നെഗോസിയേഷന്റെ ആ ഒരു ചർച്ച കൊണ്ടുള്ള ലക്ഷ്യം എന്തൊക്കെയാണ്? ടു സേഫ്ഗാർഡ് ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ഓർ ആൻഡ് ഗോൾ അല്ലെ? എന്താണ് നമ്മുടെ ചർച്ച? നമ്മുടെ സപ്ലയേഴ്സുമായിട്ടൊക്കെ നമ്മൾ ചർച്ച നടത്തുമ്പോൾ നമ്മൾ എന്തായിരിക്കും കൂടുതൽ എയിം ചെയ്യുക? ലക്ഷ്യം വെക്കുക എന്താണ്? എന്തായിരിക്കും? ഇപ്പൊ നമ്മ ഒരു നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടി ചർച്ച നടത്താനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മ ആ ഒരു ഓർഗനൈസേഷന്റെ താല്പര്യം ആ ഒരു ലക്ഷ്യവും സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കില്ലേ? നമുക്ക് ആ ഒരു നമ്മ പറയുന്ന പ്രൈസിന് ആ ഒരു മെറ്റീരിയൽ കിട്ടണം അല്ലെ? അത് ആ ക്വാണ്ടിറ്റിയിൽ കിട്ടണം അല്ലെ? ആ ഒരു ലക്ഷ്യത്തിലായിരിക്കുമല്ലോ നമ്മൾ ചർച്ച നടത്തുന്നത്. ആണോ? അപ്പൊ എന്താണ് ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്? എന്താണ്? ഓർഗനൈസേഷന്റെ താല്പര്യവും അവരുടെ ലക്ഷ്യവും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ടു സീ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഈസ് നോട്ട് ഇൻ ഡിസ്അഡ്വാൻറ്റേജ് പൊസിഷൻ അല്ലെ? ഓർഗനൈസേഷന് ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് എങ്ങനെയുള്ള ഒരു പൊസിഷനിലേക്കാണ് എത്തിക്കേണ്ടത്? അഡ്വാൻറ്റേജ് പൊസിഷനിലേക്ക് എത്തിക്കണം അല്ലെ? ഡിസ്അഡ്വാൻറ്റേജിലേക്കാണോ എത്തിക്കേണ്ടത്? ആണോ? പ്രതികൂല സ്ഥാനത്തേക്കാണോ നമ്മൾ ചർച്ച ചെയ്ത് ആ ഒരു ചർച്ച എത്തിക്കേണ്ടത്? അല്ല അല്ലെ? നമുക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കണം ആ ചർച്ച കൊണ്ട് ഉണ്ടാവേണ്ടത് അല്ലെ? ആ ഒരു ഓർഗനൈസേഷന് അനുകൂലമായിട്ടുള്ള അല്ലെ? സോറി മാറിപ്പോയി. അനുകൂലമായിട്ടുള്ള അല്ലെ? അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്കായിരിക്കണം ആ ഒരു ചർച്ച കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷനെ എത്തിക്കുക. നെക്സ്റ്റ് പറയുന്നത് ടു എൻഷുർ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഗെറ്റ്സ് ഓൾ ബെനിഫിറ്റ്സ് വിച്ച് ക്യാൻ ഈസിലി ആൻഡ് കമ്പാരിറ്റീവ്ലി കം ടു ഇറ്റ്സ് ഇൻ നോർമൽ സർക്കംസ്റ്റാൻസസ്. ആ ഒരു ചർച്ച കൊണ്ട് നെഗോസിയേഷൻ കൊണ്ട് എന്താണ് നമ്മുടെ ആ ഒരു ഓർഗനൈസേഷന് എന്ത് വേണം? ഈസിലി ആയിട്ടും താരതമ്യേന വേഗത്തിലും അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടണോ? ഗുണങ്ങൾ കിട്ടണോ? വേണം അല്ലെ? നമ്മ പറഞ്ഞ ലീഡ് ടൈമിൽ സാധനം കിട്ടണം, നമ്മ പറഞ്ഞ പ്രൈസിന് കിട്ടണം അല്ലെ? നമ്മ പറഞ്ഞ ക്വാണ്ടിറ്റിയില്, നമ്മ പറഞ്ഞ ക്വാളിറ്റിയില് നമുക്ക് സാധനങ്ങൾ കിട്ടണോ? അപ്പൊ എന്താണ്? സാധാരണ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഓർഗനൈസേഷന് ഈസി ആയിട്ടും കമ്പാരിറ്റീവ്ലി താരതമ്യേന വേഗത്തിലും എന്ത് കിട്ടണം? ആ ഒരു ചർച്ച കൊണ്ടുള്ള
ഗുണങ്ങള് ലഭ്യമാക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് to see that the distant future of the organization is not bargained for the present. അല്ലെ, നമ്മൾ എന്താണ് ഭാവി ഇനി ഒരു 5 വർഷം മുമ്പ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 6 വർഷം കഴിഞ്ഞിട്ട് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ബാർഗെയിൻ ചെയ്യേണ്ടത്, അവരുമായിട്ട് വിലപേശേണ്ടത് ആണോ? അല്ല, ഫ്യൂച്ചറിലെ പ്രസന്റിലെ കാര്യങ്ങളായിരിക്കും നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നത് അല്ലെ, ആണോ? എന്താണ് ആ ഒരു ഓർഗനൈസേഷന്റെ വിദൂര ഭാവി ഫ്യൂച്ചർ എന്താണ് നമ്മൾ പ്രസന്റിൽ ഈ ഒരു സിറ്റുവേഷൻ ആ ഒരു നെഗോസിയേഷൻ നടക്കുന്ന സമയത്ത് വിലപേശുന്നില്ലെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് പറയുന്നത് ensure the terms and conditions are settled in apparent terms and nothing is left to interpretation which may result in misunderstanding and bitterness. എന്താണ് നിബന്ധനകളും വ്യവസ്ഥകളും അല്ലെ, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ വ്യക്തമായി നമ്മൾ നിബന്ധനകളെ തീർപ്പാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം അല്ലെ. ഇപ്പൊ നമ്മൾ നമ്മൾ എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നത്? നമ്മൾ ചിലപ്പോ പറയും ക്യാഷ് ആണ് അല്ലെങ്കിൽ ചെക്ക് ആണെന്ന് പറയാം അല്ലെ, അല്ലെങ്കിൽ ക്രെഡിറ്റ് ആണെന്ന് പറയാറുണ്ട് അല്ലെ. ക്രെഡിറ്റിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടല്ലോ, 3 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 5 മാസം കഴിഞ്ഞിട്ട് പേയ്മെന്റ് നടത്താന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അതേപോലെ എന്താണ് ഇത്ര രൂപയ്ക്ക് അല്ലെ, ഒരു 10,000 രൂപക്കാണ് ആ സാധനം നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് വ്യക്തമായിട്ടുള്ള നിബന്ധനകളും പിന്നെന്താണ് വ്യവസ്ഥകളും നമ്മ ആദ്യം തന്നെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം വേണ്ടേ? നമ്മൾ ഒരു നെഗോസിയേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞ് സെറ്റ് ചെയ്യണ്ടേ? അതല്ലെങ്കിൽ എന്ത് വരാം, പിന്നീട് അതെന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനും പിക്ചർനെസ്സിനും കാരണമാകാം അല്ലെ. നമ്മുടെ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ടീമും ബയ്യറും സെല്ലറും തമ്മില് ഒരു തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകാലോ, അവർ തമ്മിലൊരു തർക്കത്തിന് കാരണമാകാം അല്ലെ. ശരിയായ നിബന്ധനകളും വ്യവസ്ഥകളും പറഞ്ഞിട്ടില്ലെങ്കിൽ ആണോ? പ്രൈസിന്റെ കാര്യത്തില്, പേയ്മെന്റിന്റെ കാര്യത്തില്, ക്വാണ്ടിറ്റിയുടെ കാര്യത്തില്, ക്വാളിറ്റിയുടെ കാര്യത്തില് അല്ലെ, ഡെലിവറിയുടെ കാര്യങ്ങളില് അല്ലെ വ്യക്തമായിട്ടുള്ള വ്യവസ്ഥകളും നിബന്ധനകളും പറഞ്ഞ് അവരെ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ പിന്നീട് അതെന്താണ് തെറ്റിദ്ധാരണകൾക്കും കൈപ്പിനും കാരണമാകുന്നു. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവശേഷിപ്പിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തൽ. ഓക്കെ ആണോ? അവർ ആ നെഗോസിയേഷന്റെ സമയത്ത് തന്നെ അവർക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞ് അവർ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് പ്ലാൻ ഓഫ് ആക്ഷൻ ഡിസൈനഡ് ടു അച്ചീവ് എ ലോങ് ടേം എയിം ആൻഡ് ടാക്ടിക്സ് ആർ വൈറ്റൽ പാർട്സ് ഓഫ് നെഗോസിയേഷൻ. എന്താണ് അവരിന്റെ ആദ്യം തന്നെ സ്ട്രാറ്റജീസ് തന്ത്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. അവരാ നെഗോസിയേഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ അവർ പെട്ടെന്ന് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്ത്രങ്ങൾ മെനയാം. ചിലപ്പോ നമ്മളോട് സപ്ലയേഴ്സ് പറയാറുണ്ട് അല്ലെ, ബൾക്കായിട്ട് ഓർഡർ എടുക്കുകയാണെങ്കിൽ പ്രൈസ് കുറച്ച് തരാന്ന് പറയാറുണ്ട്. ഉണ്ടോ? പറയാറുണ്ടോ? പറയാറുണ്ട് അല്ലെ. അതല്ലെങ്കിൽ പറയാറുണ്ട് 3 വർഷത്തേക്ക് എന്താണ് വിലപേശല് അല്ലെ, വിലപേശല് പെടാം. അതല്ലെങ്കിൽ പറയാണ് 3 വർഷത്തേക്ക് ഞങ്ങളുമായിട്ട് അഗ്രിമെന്റ് സൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന പ്രൈസിന് തരാന്ന് പറയാറുണ്ട്. അതൊരു തന്ത്രമാണോ? ആ 3 വർഷത്തേക്ക് ഇവിടെ കച്ചവടം അവർക്ക് കിട്ടാണ് അല്ലെ, ആണോ? അപ്പൊ അങ്ങനെയുള്ള തന്ത്രങ്ങൾ മെനയുക. പിന്നെന്താണ് ആൻഡ് ടാക്ടിക്സ് ആർ വൈറ്റൽ പാർട്സ് ഓഫ് നെഗോസിയേഷൻ. നെഗോസിയേഷനിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് ടാക്ടിക്സ്, തന്ത്രങ്ങളാണ്, സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ആരോ ചോദിച്ചേ? ഓക്കെ ആയോ?
എടുക്കട്ടെ മിസ്? നെക്സ്റ്റ് എടുക്കട്ടെ. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൊരു നെഗോസിയേഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സപ്ലയറും ബയ്യറും തമ്മിൽ നെഗോസിയേഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ ആ ഒരു എന്താണ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ആ ഒരു പർച്ചേസിങ് നമുക്ക് കിട്ടുന്നതിന് വേണ്ട തന്ത്രങ്ങൾ മെനയുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ടാക്ടിക് തന്ത്രങ്ങള് രൂപീകരിക്കുക. നമുക്ക് ഏതൊക്കെ രീതിയിൽ ആ ഒരു എന്താണ് ആ ഒരു ബയ്യർ ആണെങ്കിൽ എന്താണ് നമുക്ക് ആ ഒരു ബിസിനസ് പിടിക്കാൻ സാധിക്കും അല്ലെ? അങ്ങനെയുള്ള തന്ത്രങ്ങൾ മെനയുക. കൂടാതെ എന്താണ്? ടാക്ടിക്സ്, അതായത് തന്ത്രങ്ങളാണ് ഒരു നെഗോസിയേഷന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിലേക്ക് ഒരു ചർച്ച കൊണ്ട് ബിസിനസ്സിലേക്ക് എത്തിക്കണമെങ്കിൽ അവിടെ എന്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം? ടാക്ടിക്സ് അല്ലെ? സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. വേണ്ടേ? നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് എടുക്കണമെങ്കിൽ നമ്മുടെ തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കട്ടെ. അപ്പൊ ഒരു നെഗോസിയേഷന്റെ ചർച്ചയുടെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് തന്ത്രങ്ങളാണ്. ഓക്കെയാണോ? അതില് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് പ്ലാൻ ഓഫ് ആക്ഷൻ ഇസ് needed to achieve a long term aim. അതായത് എന്താണ് നമുക്ക് ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് നമുക്ക് അനുകൂലമാക്കാനായിട്ടുള്ള പ്ലാൻ ഡിസൈൻ ചെയ്യാം. ആ ഒരു ലോങ് ടേം എയിം, ആ ഒരു ദീർഘനാളത്തെ ആ ഒരു ലക്ഷ്യം നമുക്ക് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങള്, ആക്ഷനുകള് നമ്മൾ രൂപീകരിക്കുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് നെഗോസിയേഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഇൻക്ലൂഡ് ഓഫ് ദി പർച്ചേസ് മാനേജർ ഉണ്ട്, ഫിനാൻസ് മാനേജർ ഉണ്ട്, പർട്ടിക്കുലർ പേഴ്സൺ ഫ്രം ദി യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പ്രത്യേക വ്യക്തികൾ ഉണ്ടായിരിക്കും. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി അഡ്മിനിസ്ട്രേഷൻ ഓൾസോ. എന്താണ്? മിക്കവാറും ചില സമയങ്ങളില് മിക്കവാറും ആരാണ്? അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് കൂടി നമ്മുടെ നെഗോസിയേഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും. പർട്ടിക്കുലർ പേഴ്സൺ ഫ്രം ദി യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഡയാലിസിസ് സെന്റേഴ്സിലേക്ക് ഒരു എക്യുപ്മെന്റ് വാങ്ങാനാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലാബിലേക്കാണ് ഒരു എക്യുപ്മെന്റ് വാങ്ങാൻ പോകുന്നതെങ്കിൽ ആ ലാബിൽ നിന്നുള്ള ഒരു പ്രത്യേക വ്യക്തി കൂടി നമ്മുടെ നെഗോസിയേഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെയാണോ? അതായത് ഏത് ഡിപ്പാർട്ട്മെന്റിനാണോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആവശ്യമായി വരുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകള്. ഓക്കെയാണോ? നമുക്ക് ലബോറട്ടറിയിലേക്കാണ് സാധനം വാങ്ങിക്കേണ്ടതെങ്കിൽ ഡയറക്ടറി എന്നൊരു ആളെ കൊണ്ടുപോയ കാര്യമുണ്ടോ? ഡയറക്ടറി സർവീസിൽ നിന്നുള്ള ഒരാളെ പ്രത്യേക വ്യക്തിയെ കൊണ്ടുപോയ കാര്യമുണ്ടോ? ഒരു ഇൻഡിവിജ്വലിന് ആർക്കറിയാൻ പറ്റുമോ? ലബോറട്ടറിയിലെ എക്യുപ്മെന്റിനെ കുറിച്ച് ആൾക്കറിയാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിനാണോ ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ആവശ്യമായി വരുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകള് നമ്മുടെ നെഗോസിയേഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു. ഓക്കെയാണോ? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മാർക്ക് ചെയ്യാം. പർച്ചേസ് മാനേജർ, ഫിനാൻസ് മാനേജർ, പർട്ടിക്കുലർ പേഴ്സൺ ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി മിക്കവാറും അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് കൂടി ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് പ്രോസസ് ഓഫ് നെഗോസിയേഷൻ പ്രക്രിയ ഏതൊക്കെയാണ്? നമ്മുടെ നെഗോസിയേഷന് പ്രക്രിയക്ക് 3 ഫേസസ് ആണ് വരുന്നത്. ഫസ്റ്റ് പ്രീ നെഗോസിയേഷൻ ഫേസ്, നെഗോസിയേഷന് മുമ്പുള്ള ഘട്ടം. രണ്ടാമത്തെ പറയുന്നത് മീറ്റിംഗ് ഫേസ്, നെഗോസിയേഷന്റെ ആ ഒരു സമയം, മീറ്റിംഗ് ഫേസ്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പോസ്റ്റ് നെഗോസിയേഷൻ ഫേസ്, ചർച്ചയ്ക്ക് ശേഷമുള്ള ഘട്ടം. അങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ നെഗോസിയേഷനെ തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നോക്കിയേ, പ്രീ നെഗോസിയേഷൻ ഫേസ്. ഈ പ്രീ നെഗോസിയേഷൻ ഫേസിൽ 5 സ്റ്റെപ്സ് ആണ് ഉള്ളത്. അതില് ഫസ്റ്റ് വരുന്നത് കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി മെറ്റീരിയൽസ് അല്ലെ? ഒരു നെഗോസിയേഷന് പുറപ്പെടുന്നത്, നെഗോസിയേഷൻ നടത്തുന്നതിന് മുമ്പ് നമുക്ക് എന്തറിയണം? നമ്മൾ വാങ്ങാൻ പോകുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള വിവരം നമുക്ക് ഉണ്ടായിരിക്കണോ? ഒരു ധാരണ ഉണ്ടായിരിക്കണം അല്ലെ? വേണ്ടേ? ഇപ്പൊ
എന്താണ് ഒരു AC വാങ്ങാൻ പോവാണെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് അതിന്റെ പ്രവർത്തനത്തിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാറുണ്ടോ? ഒരു AC വാങ്ങാൻ പോവാണ് അല്ലെങ്കിൽ ഒരു മുൻകൂട്ടി നമ്മൾ ചോദിക്കില്ലേ ഏത് കമ്പനിയാണ് ബെറ്റർ അല്ലെ, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളതാണ് നല്ലതെന്നൊക്കെ ചോദിക്കാറുണ്ടോ? ഒരു മൊബൈൽ മേടിക്കുമ്പോഴും നമുക്ക് ചോദിക്കാറുണ്ട് അല്ലെ, ഉണ്ടോ? അപ്പൊ എന്താണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ആ ഒരു മെറ്റീരിയലിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു അറിവ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് അനലൈസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്. വിശകലനം ചെയ്യുക അല്ലെ, മറ്റു ടെൻഡറുകളുമായിട്ടുള്ള വിവരങ്ങള് അനലൈസ് ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് റിക്വസിഷൻ കൊടുക്കും, അഭ്യർത്ഥന കൊടുക്കും. ഞങ്ങളുടെ ഒന്നിന് ഇപ്പൊ ലബോറട്ടറിന്നാണെങ്കിൽ ലബോറട്ടറിയിൽ ഇന്ന സാധനങ്ങൾ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രോഡക്ട്സുകൾ ആവശ്യമായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇന്ന സമയത്ത് തരണം എന്ന് ആര് കൊടുക്കും? യൂസർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, നമ്മുടെ ലബോറട്ടറിയിൽ നിന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. ഓക്കെ ആണോ? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു പർച്ചേസ് റിക്വസിഷൻ ഈ ഒരു എന്താണ് യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ റിക്വസിഷൻ ഒക്കെ നോക്കിയിട്ട് സപ്ലയേഴ്സിന് കൊടുക്കും, പർച്ചേസ് ഓർഡർ കൊടുക്കും. ഓക്കെയാണോ? ഓക്കെയാണോ? കറക്റ്റ് ഇൻഫോർമേഷൻ ആണോ അല്ലെ, കറക്റ്റ് ഇൻഫോർമേഷൻ ആണോ എന്നല്ല, അവർക്ക് ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സപ്ലയേഴ്സ്, പല സപ്ലയേഴ്സ് ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ പറഞ്ഞു ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, അവർക്ക് വിശ്വാസയോഗ്യരായിട്ടുള്ള സപ്ലയേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരാളുടെ അടുത്ത് പിടിക്കും അവര്. അപ്പൊ പല സപ്ലയേഴ്സ് അവര് ടെൻഡേഴ്സ് സ്വീകരിക്കും അല്ലെ, പല സപ്ലയേഴ്സ് ടെൻഡേഴ്സ് സ്വീകരിക്കോ? അവര് ഓരോ സപ്ലയറും എത്ര പ്രൈസിന് കൊടുക്കാം അല്ലെ, ഏത് സമയത്ത് കൊടുക്കാം, എത്ര ക്വാണ്ടിറ്റിയിൽ കൊടുക്കാം, എന്ത് ക്വാളിറ്റിയിൽ കൊടുക്കാം, ഓരോ സപ്ലയേഴ്സും അവരുടെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ടെൻഡർ കൊടുക്കും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്. ഓക്കെ ആണോ? ടെൻഡർ കേട്ടിട്ടുണ്ടോ? ടെൻഡർ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, കേട്ടിട്ടില്ല. ഇപ്പൊ സപ്ലയേഴ്സ് ആണ് ടെൻഡർ വെക്കുന്നതെങ്കിൽ ആ സപ്ലയേഴ്സ് അവർ ഏത് പ്രോഡക്റ്റ് ആണ് കൊടുക്കുന്നത്, എന്ത് കോസ്റ്റിന് കൊടുക്കും, ഏത് സമയത്ത് ലീഡ് ടൈമിൽ ഏത് ലീഡ് ടൈമിന് കൊടുക്കും, എന്ത് ക്വാണ്ടിറ്റിയിൽ എത്ര അളവിൽ കൊടുക്കും, എന്ത് ക്വാളിറ്റിയിൽ കൊടുക്കും എന്നുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ബയറിന് കൊടുക്കുന്ന ഇൻഫർമേഷനെയാണ് ആ പ്രോഡക്റ്റ് ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ കൊടുക്കുന്ന ഇൻഫർമേഷനെയാണ് ടെൻഡർ എന്ന് പറയുന്നത്. നമ്മ മെറ്റീരിയൽസിന്റെ ഡിസ്ക്രിപ്ഷൻ മാത്രമല്ല, സമയം ഏത് സമയത്ത് അവർക്ക് കൊടുക്കാൻ സാധിക്കും, എന്ത് പ്രൈസിന് കൊടുക്കാൻ സാധിക്കും എന്നൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ എല്ലാ സപ്ലയേഴ്സും ഒരേപോലെയുള്ള ടെൻഡേഴ്സ് ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ടെൻഡർ അനുസരിച്ചായിരിക്കും ആർമിൻ കൊടുക്കുന്നത്. ആർമിന്റെ എന്താണ് പ്രൈസ്, ആ ഒരു മെറ്റീരിയലിന്റെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും, ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും, ലീഡ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ, അതിന് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോ അതിന് കൊടുക്കുന്ന ടെൻഡറിൽ ആണോ, അതിന് വ്യത്യാസം ഉണ്ടാവും ആഷ്ന കൊടുക്കുന്ന ടെൻഡറിൽ അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈ സപ്ലയേഴ്സ് കൊടുക്കുന്ന ടെൻഡേഴ്സ് തമ്മിൽ ഒന്നിന്റെയും അനലൈസ് ചെയ്യും, വിശകലനം ചെയ്യും. ഓക്കെ ആയോ? അത് ഓക്കെ ആയോ? നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ് ഡിഫൈൻഡ്, ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ അല്ലെ. നമ്മളാണെങ്കിലും ഒരു സാധനം വാങ്ങിക്കണതിന് മുമ്പ് നമുക്ക് പറയാറുണ്ട് അല്ലെ, നമ്മൊന്ന് തീരുമാനിക്കാറുണ്ട് എത്രത്തോളം മാക്സിമം നമുക്ക് പോകാൻ സാധിക്കും അല്ലെ, എത്രത്തോളം മാക്സിമം നമുക്ക് അന്നത്തെ സാധനത്തിന് പൈസ കൊടുക്കാൻ പറ്റും, ആണോ? വില കൊടുക്കാൻ പറ്റുന്നുണ്ടാവോ? ഉണ്ടാവും. അപ്പൊ എന്താണ് ആ ഒരു നെഗോസിയേഷന് മുമ്പുള്ള ഘട്ടത്തിലുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവര് പർച്ചേസ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ. രണ്ടാമത് പറയുന്നത് പല സപ്ലയേഴ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്ന
ടെൻഡേഴ്സ് അവര് കമ്പയർ ചെയ്തു താരതമ്യം ചെയ്ത് വിശകലനം ചെയ്യുന്നു. മൂന്നാമത്തേന്ന് പറയുന്നത് ആ ഒരു പ്രോഡക്റ്റ് അവര് വാങ്ങിക്കുന്നതിന് വേണ്ടി അവർക്ക് മാക്സിമം എത്രത്തോളം കൊടുക്കാൻ സാധിക്കും. നാലാമത് പറയുന്നത് ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ് അല്ലെ. അവര് എന്ത് ചെയ്യും? സ്ട്രാറ്റജീസ് തന്ത്രങ്ങൾ വികസിപ്പിക്കും. അവർക്ക് എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും അല്ലെ. ക്വാണ്ടിറ്റി കൂട്ടാൻ സാധിക്കോ, അല്ലെങ്കിൽ 3 വർഷത്തേക്കുള്ള എഗ്രിമെന്റ് ചെയ്യാൻ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ സാധിക്കോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എഗ്രിമെന്റുകൾ സ്ട്രാറ്റജീസ് അവർ വികസിപ്പിക്കുന്നു. നെക്സ്റ്റ് അഞ്ചാമത്തേന്ന് പറയുന്നത് പ്രിലിമിനറി പ്രാക്ടീസ് അല്ലെ. പ്രാഥമിക തന്ത്രങ്ങൾ. ഒരുപാട് തന്ത്രങ്ങൾ അവർ വികസിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതില് അവർക്ക് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തന്ത്രങ്ങൾ ഏതെല്ലാമാണ്? ഓക്കെ ആയോ? പ്രിലിമിനറി സ്ട്രാറ്റജീസ് പ്രാഥമിക തന്ത്രങ്ങൾ ഏതൊക്കെയാണ് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? അതൊക്കെ ആയോ? ഫസ്റ്റത്തെ സ്റ്റെപ്പ്, ഫസ്റ്റത്തെ ഫേസ് ഓക്കെയാണോ? ഒന്നുകൂടി പറയണം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് പ്രീ നെഗോസിയേഷൻ ഫേസിൽ 5 സ്റ്റെപ്പാണ് വരുന്നത്. അതിൽ പറയുന്നത് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഇപ്പൊ ലാബിന് എന്തെങ്കിലും എക്യുപ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മിഷനറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡയാലിസിസ് സെന്റേഴ്സിൽ എന്തെങ്കിലും മിഷനറീസ് ആയിരിക്കാം. അപ്പൊ ആ ഒരു മെറ്റീരിയലിനെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ, ഒരു ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെയാണോ? രണ്ടാമത് പറയുന്നത് അനലൈസ് ചെയ്യാം, വിശകലനം ചെയ്യാം. എന്താണ് വിശകലനം ചെയ്യുന്നത്? അവര് പല സപ്ലയേഴ്സിനും കൊടുത്തിട്ടുണ്ടായിരിക്കും പർച്ചേസ് ഓർഡർ, അല്ലെങ്കിൽ അവര് റിക്വസിഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അവരെന്താണ് ടെൻഡേഴ്സ് കൊടുക്കുക അല്ലെ. സപ്ലയേഴ്സ് നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് അവര് കൊടുക്കാവുന്ന പ്രൈസും അവര് കൊടുക്കുന്ന ടൈം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ടെൻഡേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പല സപ്ലയേഴ്സിൽ നിന്നുള്ള ആ ഒരു ടെൻഡേഴ്സ് അവര് കമ്പയർ ചെയ്ത് വിശകലനം ചെയ്യുന്നു. അതൊക്കെയാണോ ആൽവിൻ? മൂന്നാമത് പറയുന്നത് ഒബ്ജക്റ്റീവ് ഡിഫൈൻഡ്, ലക്ഷ്യങ്ങള് ഡിഫൈൻ ചെയ്യാൻ. എന്ന് വെച്ചാൽ ആ ഒരു പ്രോഡക്റ്റ്, ഇപ്പൊ ആ ഒരു എക്യുപ്മെന്റ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം പൈസ കൊടുക്കാൻ സാധിക്കും, എത്രത്തോളം നമ്മൾ അതിന് പൈസ പറയും. ഓക്കെയാണോ? അത് നെക്സ്റ്റ് പറയുന്നത് ആ ഒരു നെഗോസിയേഷൻ, ആ ഒരു ഓർഗനൈസേഷനെ നമുക്ക് അനുകൂലമാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പറ്റുമെന്ന് അവര് ഡെവലപ്പ് ചെയ്യാണ്, വികസിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു 7 പേര് അല്ലെങ്കിൽ ഒരു 8 പേര് കൂടിയിരുന്ന മീറ്റിംഗ് കൂടി തന്ത്രങ്ങൾ വികസിപ്പിക്കുമ്പോൾ പലർക്കും പലതരത്തിലുള്ള തന്ത്രങ്ങൾ പറയാം അല്ലെ. സ്ട്രാറ്റജീസ് പറയാലോ. എല്ലാവരും ഒരേപോലെ ആയിരിക്കും ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം? അവരെല്ലാവരും കൂടി പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുന്നു. അതിൽ നിന്ന് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തന്ത്രം ഉണ്ടാവുമല്ലോ. പ്രിലിമിനറി ടാക്ടിക്സ്. ഒന്നോ രണ്ടോ തന്ത്രങ്ങൾ മാത്രം ചിലർക്ക് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആണോ? എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റോ? അപ്പൊ അങ്ങനെയുള്ള പ്രിലിമിനറി ടാക്ടിക്സ് അവർ കളക്ട് ചെയ്യുന്നു. ഒക്കെയാണോ? പ്രാഥമിക തന്ത്രങ്ങള് അവര് ശേഖരിക്കുന്നു, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മീറ്റിംഗ് ഫേസ്, രണ്ടാമത്തെ ഫേസ് കേട്ടോ. അതില് മീറ്റിംഗ് ഫേസ് will not be completed in one meeting. ഒരു നെഗോസിയേഷൻ, ഒരു ചർച്ച നമുക്ക് ഒരു മീറ്റിംഗിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റോ? ഇല്ല. അപ്പൊ എന്താണ്? ഈ മീറ്റിങ്ങിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എക്സ്പ്ലോറട്ടറി മീറ്റിംഗ്. എക്സ്പ്ലോറട്ടറി മീറ്റിംഗ് എന്ന് പറഞ്ഞാല് 2 parties introduce themselves and information analyzed അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന്, ഇപ്പൊ മിസ് ഫസ്റ്റ് ക്ലാസ് എടുത്ത കൂടി തന്നെ എന്റെ ചാപ്റ്റർ ഇന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞ മിസ് ക്ലാസ് തുടങ്ങാണോ ചെയ്തത്? മിസ് ഒന്ന് പരിചയപ്പെടുത്തിയില്ലേ? ആണോ? മിസ് ഒന്ന് പരിചയപ്പെടുത്തിയില്ലേ? അതേപോലെ എന്താണ്, 2 പാർട്ടീസും നമ്മുടെ സപ്ലയേഴ്സും ഇൻട്രൊഡക്ഷൻ തന്നു അല്ലെ. അപ്പൊ നോക്കിയേ, 2 പാർട്ടീസും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യല്ലേ. അവർ ഏത് കമ്പനിയാണ് അല്ലെ, അവർ ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ എന്താണെന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യോ?
അവരെ കമ്പനി എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ്, രണ്ട് കക്ഷികളും സ്വയം പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് എന്താണ്, അവരുടെ ആ ഒരു ഇൻഫോർമേഷൻസ് അവര് അനലൈസ് ചെയ്യുന്നു അല്ലെ, വിശകലനം ചെയ്യുന്നു. ഓക്കെ ആണോ? രണ്ടാമത് പറയുന്നത് ഡിസ്കഷൻ മീറ്റിംഗ് അല്ലെ. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവര് ഡിസ്കഷൻ നടത്തുകയാണ് അല്ലെ, ചർച്ച നടത്തി. ഇഷ്യൂസ് ഡിസ്കസ്ഡ് അല്ലെ, അവരുടെ ആ പ്രശ്നങ്ങൾ, അവരാ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവര് ചർച്ച നടത്തുന്നു. നെക്സ്റ്റ് എഗ്രിമെന്റ് മീറ്റിംഗ് അല്ലെ, അവര് ചർച്ച നടത്തിയതിനു ശേഷം അവർ എന്ത് ചെയ്യാണ്, എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരാണ് അല്ലെ. ആ ഒരു പ്രൊഡക്റ്റ് എന്താണ് വിൽക്കാം, അതല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാം അല്ലെ, പർച്ചേസ് ചെയ്യാമെന്നുള്ള ഡിസിഷനിലേക്ക്, തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടു. എഗ്രിമെന്റ് മീറ്റിംഗ്. മൂന്നാമത്തേത് എഗ്രിമെന്റ് മീറ്റിംഗ്. എഗ്രിമെന്റ് reached at and the contract is signed by both parties അല്ലെ. എഗ്രിമെന്റിലേക്ക് അവർ എത്തിച്ചേർന്നു, അതിനുശേഷം അവരെന്താണ്, കോൺട്രാക്റ്റില് രണ്ട് പാർട്ടീസും കോൺട്രാക്റ്റില് സൈൻ ചെയ്യുന്നു, കരാറിൽ ഒപ്പിടുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? ആദ്യത്തേത് എന്താണ്, പ്രീ നെഗോസിയേഷൻ സ്റ്റേജ് അല്ലെ. അത് അവരുടെ ആ ഒരു ചർച്ച വരെ അവർക്ക് എങ്ങനെ എത്താം. നെക്സ്റ്റ് ചർച്ച നടത്തി അവര് എഗ്രിമെന്റിൽ എത്തിച്ചേർന്നു, എഗ്രിമെന്റ് സൈൻ ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം, എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കണം അല്ലെ. പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കണോ, ആ ഒരു ടൈം പീരീഡ് ഇല്ല വേണോ? അപ്പൊ നോക്കിയേ, പോസ്റ്റ് നെഗോസിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ് അല്ലെ. ചർച്ചയ്ക്ക് ശേഷമുള്ള ഘട്ടം, അതല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ആ ഒരു ഫേസ്. എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട് അല്ലെ. കരാറുകൾ അവർ ആ ഒരു കരാറിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ആ ഒരു കരാറ് നടപ്പിലാക്കുന്നു. അതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ്, ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ അല്ലെ. എന്താണ്, നമ്മ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ സപ്ലയേഴ്സിന് പർച്ചേസ് ഓർഡർ നൽകുന്നു. ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ്. ഇപ്പൊ എന്താണ്, നമ്മ ഉറവിടത്തിന്റെ പരിശോധന. ചില ആളുകൾ എന്ത് ചെയ്യും, ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ നിന്നാണ്, അതല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവിടെ പോയിട്ട് ഒരു പരിശോധന നടത്തുന്നത് കണ്ടിട്ടുണ്ടോ? ആ ഒരു കമ്പനിയിൽ നേരിട്ട് പോയിട്ട് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ ഒന്ന് കാണൂല്ലേ, കണ്ടൊന്ന് വെരിഫൈ ചെയ്യാനോ, അത് ശരിയാണോ അല്ലെ, അവർക്ക് നമ്മ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ആ ഒരു സാധനം തരാൻ സാധിക്കോ അല്ലെ, തരാൻ സാധിക്കോ? അതല്ലെങ്കിൽ എന്താണ്, അവരവിടെ പോയി സെലക്ട് ചെയ്യും, ആ ഒരു മാനുഫാക്ചറിങ് ചെയ്യുന്ന ആ ഒരു യൂണിറ്റിൽ പോയിട്ട് സെലക്ട് ചെയ്യും. അത് കേട്ടിട്ടുണ്ടോ? ഫേക്ക് ആണോ അല്ലെ, സപ്ലയേഴ്സ് ശരിയായ സപ്ലയേഴ്സ് ആണ് അല്ലെ, അവര് നമുക്ക് പറഞ്ഞ ആ ഒരു കറക്റ്റ് സാധനം നമുക്ക് തരാൻ സാധിക്കും, അതിന് പറ്റിയിട്ടുള്ള ആളുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു സോഴ്സ്, ആ ഒരു സെല്ലേഴ്സിന്റെ ആ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവർ ഇൻസ്പെക്ഷൻ പരിശോധന നടത്തുന്നു. നെക്സ്റ്റ്, ടു റിസീവ് എ പർട്ടിക്കുലർ ഐറ്റം ഇൻ അവർ സ്റ്റോഴ്സ്. അപ്പൊ എന്താണ്, നമ്മൾ അവിടെ പോയി ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തി ആ ഒരു കറക്റ്റ് സമയത്ത് നമുക്ക് ആ ഒരു സാധനങ്ങള് നമ്മുടെ സ്റ്റോഴ്സിൽ എത്തിച്ചു തന്നു, നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു തന്നു. ടു റിസീവ് എ പർട്ടിക്കുലർ ഐറ്റം ഇൻ അവർ സ്റ്റോഴ്സ്, നമ്മ ഹോസ്പിറ്റലില് ആ ഒരു നമ്മ പർച്ചേസ് ചെയ്ത സാധനങ്ങള് വാങ്ങുന്നു അല്ലെ, റിസീവ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസസ് അല്ലെ, നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മ പരിശോധിക്കോ. ഇപ്പൊ നിങ്ങൾ ഓൺലൈനിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്തു, ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിക്കഴിയുമ്പോ നമ്മ പരിശോധിക്കാറുണ്ടോ, സെയിം മെറ്റീരിയൽ ആണോ അല്ലെ, സെയിം മെറ്റീരിയൽ ആണോ, എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അല്ലെ, കളറിൽ ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാറുണ്ടോ? അപ്പൊ അതേപോലെ എന്താണ്, നമ്മ ഹോസ്പിറ്റലില് ആ കിട്ടിയ പ്രോഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പരിശോധന നടത്തുന്നു, ഇൻസ്പെക്ഷൻ നടത്തുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, നമ്മ ആ ഒരു ഓൺലൈനിൽ വാങ്ങിച്ച ഡ്രസ്സ് നമ്മ പരിശോധന നടത്തി, അപ്പൊ ഒരു ഡാമേജ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും അല്ലെ, റിട്ടേൺ ചെയ്യോ?
അതല്ല ശരിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, നമ്മ പറഞ്ഞ സെയിം മെറ്റീരിയൽ, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വീകരിക്കും അല്ലെ, അക്സെപ്റ്റ് ചെയ്യും അല്ലേ? അപ്പൊ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മ ആ ഒരു സാധനം നമ്മുടെ സ്ഥലത്ത് ലഭിച്ചതിന് ശേഷം നമ്മൾ അത് ഇൻസ്പെക്ഷൻ നടത്തി അതിനുശേഷം നമ്മൾ ഒന്നിലെ സ്വീകരിക്കുകയോ അതല്ലെങ്കിൽ റിജക്ട് ചെയ്യുകയോ ചെയ്യുന്നത്. ശരിയായ പ്രോഡക്റ്റ് എന്നല്ല, നമ്മൾ വിചാരിച്ച രീതിയിലുള്ള പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തെങ്കിലും എന്താണ് ഡാമേജോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് റിജക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് റെക്കോർഡിംഗ് സ്റ്റോക്ക് രജിസ്റ്റർ അല്ലെ, നമ്മ എന്ത് ചെയ്യാണ്? നമ്മ വാങ്ങിച്ച സാധനങ്ങൾ സ്റ്റോക്ക് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യണ്ടേ? വലിയ വലിയ ഓർഗനൈസേഷൻ ഒക്കെ ആവുമ്പോ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ സ്റ്റോക്ക് രജിസ്റ്ററിൽ അവർ വാങ്ങിച്ച സാധനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. നെക്സ്റ്റ് ഇൻസ്റ്റാളിംഗ് ഓർ സ്റ്റോറിംഗ് ക്യാപിറ്റൽ എക്യുപ്മെന്റുകളെ ഇൻസ്റ്റാളിംഗ്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ AC ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മ അത് സംഭരിച്ച് സൂക്ഷിച്ചു വെക്കാണോ ചെയ്യുന്നത്? ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെ. ഇൻസ്റ്റാൾ ചെയ്യണ്ടേ? ആണോ? ഇൻസ്റ്റാൾ ചെയ്യണ്ടേ? TV ആണെങ്കിലും വെറുതെ ഒരിടത്ത് കൊണ്ടുപോയി ഒരു ഷെൽഫിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതിയോ? പോരാ അല്ലെ, ഫിറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ എന്താണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾ, മൂലധന ഉപകരണങ്ങൾ അല്ലെ, വലിയ വലിയ എക്യുപ്മെന്റുകൾ, മെഷീനറീസ് ഒക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുകയും മറ്റു ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് ഷെൽഫുകളിലൊക്കെ സംഭരിക്കുകയും, മെഡിസിന്, കോട്ടൺസ്, ബാൻഡേജ്, സിറിഞ്ച് അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് പേയ്മെന്റ് എടുക്കണ്ടേ? സാധനം നമുക്ക് കിട്ടി, നമ്മ പരിശോധന നടത്തി ഓക്കെ ആണ് എങ്കിൽ എന്ത് ചെയ്യണം? പേയ്മെന്റ് നടത്തണം അല്ലെ. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പേയ്മെന്റ്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് എടുക്കാം. പർച്ചേസിംഗ് പ്രൊസീജിയർ അല്ലെ. പർച്ചേസിംഗിന്റെ വാങ്ങലിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? First, purchase requisition received from user department to the purchase department. അല്ലെ, എന്താണ്? നമ്മുടെ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പർച്ചേസ് റിക്വസിഷൻ നൽകുന്നത്. It consists of quantity of material, specification of materials, date in which the item should be received. അല്ലെ, ആ ഒരു പർച്ചേസ് റിക്വസിഷനിൽ യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും? എന്ത് ക്വാണ്ടിറ്റിയിൽ എത്ര അളവിൽ അവർക്ക് ആ മെറ്റീരിയൽ ആവശ്യമാണ്, ആ ഒരു മെറ്റീരിയൽസിന്റെ സ്പെസിഫിക്കേഷൻസ് അല്ലെ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്നൊക്കെ പറയില്ലേ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. നെക്സ്റ്റ് ഡേറ്റ് ഇൻ വിച്ച് ദ ഐറ്റം ഷുഡ് ബി റിസീവ്ഡ്, എത്ര ദിവസത്തിന് ഏത് ഡേറ്റിന് അവർക്ക് ആ ഒരു സാധനം, ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ലഭിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പർച്ചേസ് റിക്വസിഷനിൽ പറയുന്നു. ഓക്കെയാണോ? യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഇപ്പൊ ലാബിലേക്കാണ് സാധനങ്ങൾ ആവശ്യമാണെങ്കിൽ ലാബിൽ നിന്ന് പർച്ചേസ് ഹോസ്പിറ്റലിലെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നത്. ഈ പർച്ചേസ് റിക്വസിഷനിൽ അവർക്ക് എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ ഈ ഒരു ഇപ്പൊ ഫാർമസിയിലാണെങ്കിൽ അവർക്ക് എത്രത്തോളം മരുന്നുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്, ആ ഒരു മരുന്നുകളുടെ സ്പെസിഫിക്കേഷൻസ് അല്ലെ, പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പിന്നെ എന്താണ്, കൂടാതെ ഏത് ദിവസത്തേക്ക് അവർക്ക് ആ ഒരു സാധനം കിട്ടണം എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നു. ഓക്കെയാണോ അത്? ഓക്കെയാണോ? പർച്ചേസ് റിക്വസിഷൻ. നെക്സ്റ്റ് പറയുന്നത് പർച്ചേസ് എൻക്വയറി. From purchase department to the supplier includes lead time, quantity, specifications. അല്ലെ, എന്താണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലയേഴ്സിന് ആ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണമാണ് പർച്ചേസ് എൻക്വയറി. അപ്പൊ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് സപ്ലയേഴ്സിനാണ് പർച്ചേസ് എൻക്വയറി കൊടുക്കുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും? ലീഡ് ടൈം അല്ലെ, അവർ പർച്ചേസ് ചെയ്ത് എത്ര ദിവസത്തിനുള്ളിൽ അവർക്ക് ആ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകണം, അതിനുള്ള ലീഡ് ടൈം, ക്വാണ്ടിറ്റി, എത്ര അളവിൽ ആവശ്യമാണ്, ആ ഒരു സാധനത്തിന്റെ സവിശേഷതകൾ അല്ലെ, പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പർച്ചേസ് എൻക്വയറിയിൽ ഉണ്ടായിരിക്കും.
നെക്സ്റ്റ് പറയുന്നത് കൊട്ടേഷൻ ഫ്രം സപ്ലയേഴ്സ് ടു ദി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് നമ്മുടെ സപ്ലയേഴ്സ് എന്ത് കൊടുക്കുന്നു, കൊട്ടേഷൻ കൊടുക്കുന്നു. ഇൻക്ലൂഡ്സ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ, ക്വാണ്ടിറ്റി എക്സെട്ര. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആ ഒരു മെറ്റീരിയലിന് എത്ര പ്രൈസ് ആകും അല്ലെ, എത്ര ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ സാധിക്കും, എത്ര ലീഡ് ടൈമിൽ കൊടുക്കാൻ സാധിക്കും, അവർ പ്രൊവൈഡ് ചെയ്യുന്ന, അവർ നൽകുന്ന ആ ഒരു പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ആ കൊട്ടേഷനിലെ സപ്ലയേഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, കമ്പയർ ഡിഫറെന്റ് കൊട്ടേഷൻസ് അല്ലെ. നമുക്ക് ഒരു സപ്ലയേഴ്സിന്റെ മാത്രമാണോ കൊട്ടേഷൻസ് കിട്ടുന്നത്, നമ്മൾ ഒരു സപ്ലയേഴ്സിന് മാത്രമാണോ പർച്ചേസ് എൻക്വയറി ചെയ്യുന്നത്, ആണോ? ഇപ്പൊ നിങ്ങളാണെങ്കിലും ഓൺലൈനിൽ സാധനം മേടിക്കുമ്പോൾ മീഷോയിൽ മാത്രം കയറിയാണോ നോക്കുന്നത്, ആമസോണിൽ കയറും, ഫ്ലിപ്കാർട്ടിൽ കയറും അല്ലെ, അജിയോ കയറും, ആണോ അല്ലേ? അപ്പൊ എന്താണ്, പല സപ്ലയേഴ്സിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു പല സപ്ലയേഴ്സിൽ നിന്ന് നമുക്ക് കൊട്ടേഷൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന പല കൊട്ടേഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പാരിറ്റീവ്ലി താരതമ്യം ചെയ്യുന്നു. ഓക്കെയാണോ അത്? നെക്സ്റ്റ് പറയുന്നത് പർച്ചേസ് ഓർഡർ, ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്ലയേഴ്സ്. നമ്മുടെ സപ്ലയേഴ്സും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു രേഖയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് അല്ലെ. അതില് the purchase order is a document created by the buyer. അപ്പൊ വാങ്ങിക്കുന്ന ആള്, ആരാണോ വാങ്ങിക്കുന്നത് അവരാണ് ആ ഒരു പർച്ചേസ് ഓർഡർ തയ്യാറാക്കേണ്ടത്. And the serves the purpose of ordering goods from the suppliers. എന്ത് ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്, വിതരണക്കാരനിൽ നിന്ന് നമ്മുടെ സപ്ലയേഴ്സിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക അല്ലെ, പർച്ചേസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മുടെ പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നത്. Every purchase order should contain the correct name and address of the hospital and supplies, description of goods, price of the items, order number, term and condition, cash ആണോ, credit purchase ആണോ, mode of payment, cash ആണോ, check ആണോ, and signature of the authorized person. എന്താണ് നമ്മുടെ പർച്ചേസ് ഓർഡറിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതിലെന്താണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പേര് എന്താണ്, അവരുടെ അഡ്രസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, അവർ ഏതൊക്കെ സാധനങ്ങൾ, ഏത് സാധനമാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. അനസ്തേറ്റിക് മെഷീൻ, ഇന്ന നമ്പർ, ഇന്ന മോഡൽ നമ്പർ എന്നൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻസ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. കൂടാതെ പ്രൈസ് ഓഫ് ദി ഐറ്റം, ആ ഒരു ഐറ്റത്തിന് എത്ര പ്രൈസ് ആണ് അവർ നൽകാൻ ഉദ്ദേശിക്കുന്നത്, ഓർഡർ നമ്പർ, ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ലെ, അവരെന്താണ് ക്യാഷ് ആയിട്ടാണോ അല്ലെങ്കിൽ ക്രെഡിറ്റ്, എന്താണ് ക്രെഡിറ്റ് കടമായിട്ടാണോ പർച്ചേസ് ചെയ്യുന്നത്, പിന്നെ എന്താണ് പേയ്മെന്റ്, പൈസ എങ്ങനെയാണ് നൽകുന്നത്, ക്യാഷ് ആയിട്ടാണോ ചെക്ക് ആയിട്ടാണോ, അതല്ലെങ്കിൽ എന്താണ് പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അവിടുത്തെ ഓതറൈസർ, നമ്മുടെ പർച്ചേസ് ഹോസ്പിറ്റലിലെ ഓതറൈസർ പേഴ്സന്റെ സിഗ്നേച്ചർ കൂടി ആ ഒരു പർച്ചേസ് ഓർഡറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെയാണോ? ഓക്കെയാണോ എല്ലാവർക്കും? മിണ്ടാത്തെ ബാക്കി എല്ലാവർക്കും സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഇൻവോയ്സ് ഓർ ബിൽ അല്ലേ. പർച്ചേസ് ഓർഡർ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാട്ടോ. എന്താണ് പർച്ചേസ് റിക്വസിഷൻ ആരിൽ നിന്നാണ് ലഭിക്കുന്നത്, പിന്നെ എന്താണ് പർച്ചേസ് ഓർഡർ ആരാണ് തയ്യാറാക്കുന്നത്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയേഴ്സും തമ്മിലുള്ള ലീഗൽ ഡോക്യുമെന്റ് ഏതാണ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരും കേട്ടോ. നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വലിയ ചാപ്റ്റർ ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ചാപ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞു അല്ലെ.
ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഇൻവോയ്സ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓർ ബില്ല്. നമുക്ക് ബില്ല് ഇട്ടാറുണ്ട് അല്ലെ? എപ്പോഴാ ബില്ല് ഇട്ടുന്നത്? ആരാ തരുന്നത് ബില്ല്? ഇൻവോയ്സ് ഓർ ബില്ല്? ആരാ തരുന്നത് ബില്ല്? സെല്ലർ അല്ലെ? കച്ചവടക്കാരനാണ് അല്ലെ? കച്ചവടക്കാരന് വാങ്ങുന്ന ആൾക്ക് കൊടുക്കുന്നതല്ലേ? അപ്പൊ നോക്കിയേ, the invoice is created by the supplier. ഇൻവോയ്സ് തയ്യാറാക്കുന്നത് സപ്ലയേഴ്സ് ആണ്, വിതരണക്കാരനാണ്. And it shows how much the buyer requires to pay for goods bought from the suppliers. അല്ലെ? അതിൽ എന്തുണ്ടാവും? ആ ബില്ലിൽ പേയ്മെന്റ് ഉണ്ടാവും അല്ലെ? നമ്മ ആ സാധനം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എത്ര പൈസ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ വിതരണക്കാരിൽ നിന്ന് ആ ഒരു പ്രോഡക്റ്റ് അല്ലെ, ആ ഒരു ഗുഡ്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വാങ്ങുന്നയാള് എത്ര പണം നൽകണമെന്ന് അല്ലെ ഇതില് കാണിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് given by the supplier to the purchase department അല്ലെ? When the item is distributed, എന്താണ് അവര് പർച്ചേസ് ചെയ്യുന്ന ആ ഒരു സാധനം, ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഐറ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സപ്ലയേഴ്സ് നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഇൻവോയ്സ് നൽകുന്നു. The bills are cleared by the finance or accounts department അല്ലെ? ആ ഒരു ഇൻവോയ്സ് അല്ലെങ്കിൽ ആ ഒരു ബില്ല് നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റോ ക്ലിയർ ചെയ്യുന്നു അല്ലെ? ആ ഒരു പേയ്മെന്റ് നടത്തുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് പർച്ചേസിംഗ് പ്രൊസീജിയർ ഡിവൈഡഡ് ഇൻടു 3. നമ്മുടെ പർച്ചേസിംഗ് നടപടിക്രമങ്ങളെ നമ്മൾ മൊത്തത്തില് 3ആയിട്ട് തിരിക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് പറയുന്നത് പ്രീ പർച്ചേസ് സിസ്റ്റം അല്ലെ? ആ പ്രീ പർച്ചേസിംഗ് സിസ്റ്റത്തില് കുറെ കാര്യങ്ങൾ പെടുന്നുണ്ട് കേട്ടോ. പർച്ചേസ് റിക്വസിഷൻ തയ്യാറാക്കുന്നു അല്ലെ? യൂസർ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? പല സപ്ലയേഴ്സിന് പർച്ചേസ് എൻക്വയറി നടത്തുന്നു. അതിനുശേഷം റിസർവിംഗ് ദ കൊട്ടേഷൻസ് അല്ലെ? അപ്പൊ പല സപ്ലയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പല സപ്ലയേഴ്സും കൊട്ടേഷൻസ് കൊടുക്കാണ് അല്ലെ? മിസ് നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? മിസ് കൊടുക്കും, ആൽവിൻ കൊടുക്കും, ആഷ്ന കൊടുക്കും, അശ്വനി കൊടുക്കും അല്ലെ? പല സപ്ലയേഴ്സും എന്ത് കൊടുക്കും? കൊട്ടേഷൻസ് കൊടുക്കും അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഈ അവർക്ക് ലഭിക്കുന്ന കൊട്ടേഷൻസ് എന്തോട് ചെയ്യും? കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലെ? താരതമ്യം ചെയ്യോ? എന്നിട്ടായിരിക്കും അവര് ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നത് അല്ലെ? തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത് ഏത് സപ്ലയേഴ്സിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങണം അല്ലെ? ആ കൊട്ടേഷനെ ബേസ് ചെയ്തിട്ടില്ലേ? സപ്ലയേഴ്സ് കൊടുക്കുന്ന കൊട്ടേഷനെ ബേസ് ചെയ്തിട്ടില്ലേ? അപ്പൊ നെക്സ്റ്റ് പറയുന്നത് ഓർഡറിംഗ് സിസ്റ്റം അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്ത് ആ ഒരു കൊട്ടേഷൻസ് ഒക്കെ വെച്ച് താരതമ്യം ചെയ്തിട്ട് ഒരു സപ്ലയേഴ്സിന് തിരഞ്ഞെടുത്തു. എന്നിട്ട് അവർക്ക് എന്ത് കൊടുക്കാണ്? പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ഓർഡർ അല്ലെ? പർച്ചേസ് ഓർഡർ കൊടുത്തു. അതിന് ബാക്കി ഫോളോ അപ്പ് അല്ലെ? ചിലപ്പോ വേണമെങ്കിൽ അവരുടെ ആ ഒരു സോഴ്സിൽ പോയി കണ്ട് അവർ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്ത് പോയി ഇൻസ്പെക്ഷൻ ചെയ്യും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ അപ്പുകളൊക്കെ നടത്തുന്നു. നെക്സ്റ്റ് പറയുന്നത് പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. പർച്ചേസിംഗിന് ശേഷമുള്ള ഘട്ടം അല്ലെ? പർച്ചേസ് ഓർഡർ കഴിഞ്ഞിട്ട് എന്താണ്? റിസീവിംഗ് ഓഫ് മെറ്റീരിയൽ അല്ലെ? അവര് പർച്ചേസ് ചെയ്ത മെറ്റീരിയൽ ആ ഒരു ഹോസ്പിറ്റലുകാര് സ്വീകരിക്കുന്നു. സ്വീകരിച്ചതിന് ശേഷം ചെയ്യുന്നുണ്ട്? ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ട് അല്ലെ? ശരിയായ പ്രോഡക്റ്റ് ആണോ അല്ലെ? അവര് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ തന്നിട്ടുണ്ടോ അല്ലെ? എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ അല്ലെ? ക്വാളിറ്റി ഉണ്ടോ അല്ലെ? എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻസ്പെക്ഷൻ നടത്തുന്നു. ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പേയ്മെന്റ് ഓഫ് ദി ബിൽസ് അല്ലെ? എന്താണ്? നമ്മുടെ സപ്ലയേഴ്സിന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പേയ്മെന്റ് നടത്തുന്നു. ഓക്കെയാണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്? കുഴപ്പമില്ല, സ്പീഡ് കൊടുക്കുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ, സിമ്പിൾ ആയത് കാരണമാണ് മിസ്.
ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് മൂലധന എക്യുപ്മെന്റുകൾ എന്ന് വെച്ചാല് എന്താണ്, നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളിലെ വലിയ വലിയ മെഷീനറീസ്. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും കാറ്, അതല്ലെങ്കിൽ നമ്മൾ വീട് ഉണ്ടാക്കുന്നതൊക്കെ നമ്മ എന്താണ് എപ്പോഴെപ്പോഴും കാറ് വാങ്ങുമോ? മാസത്തിൽ കാറ് വാങ്ങോ? ഇല്ല. മാസം നമ്മ വീട് പൊളിച്ചു പണിയോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പൈസ ചെലവാക്കി നമ്മ വാങ്ങുന്ന പർച്ചേസ് മൂലധന നിക്ഷേപം എന്ന് പറയും. എന്താണ്? പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ആണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് നോക്കിയേ. മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ മേജർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപവും അവരെന്തിനാണ് നടത്തുന്നത്? ക്യാപിറ്റൽ എക്യുപ്മെന്റുകളിലാണ് അല്ലെ. ബിൽഡിങ്ങുകൾ പണിയാനായിട്ട്, ആംബുലൻസ് അങ്ങനെയുള്ള വാഹനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്, വലിയ വലിയ മെഷീനറീസ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ് മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ? ഒരു ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട നിക്ഷേപം എന്താണ്? മേജർ വലിയ നിക്ഷേപം എന്ന് പറയുന്നത് അവിടുത്തെ ക്യാപിറ്റൽ എക്യുപ്മെന്റുകളാണ്. നെക്സ്റ്റ് പറയുന്നത് നോൺ റിപ്പീറ്റേറ്റീവ് ഇൻ പർച്ചേസ് അല്ലെ. നമ്മ ആംബുലൻസ് അതല്ലെങ്കിൽ വലിയ വലിയ മെഷീനറീസ് ഒക്കെ നമ്മ എപ്പോഴെപ്പോഴും വാങ്ങോ? മാസത്തിൽ വാങ്ങോ? ഇല്ല അല്ലെ. അപ്പൊ അതെന്താണ്? ആവർത്തിക്കാത്ത നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ് ആണ് അല്ലെ. ആവർത്തിക്കാത്ത പർച്ചേസ് ആണ്. ഇൻക്ലൂഡ്സ് ദ മേജർ ഓപ്പറേഷൻ ഓഫ് ദി ഹോസ്പിറ്റൽ. ആശുപത്രിയുടെ പ്രധാന പ്രവർത്തനങ്ങൾക്ക് എന്ത് ആവശ്യമാണ്? ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾ ആവശ്യമാണോ? പ്രധാന മേജർ ഓപ്പറേഷൻസിന് അല്ലേ നമ്മുടെ ഈ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾ ആവശ്യമാണ് അല്ലെ. അപ്പൊ എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രധാന പ്രവർത്തനങ്ങൾക്ക് ഈ ഒരു ക്യാപിറ്റലിലേക്ക് സ്കാനിങ്, പിന്നെ എന്താണ് റേഡിയേഷൻസ് അല്ലെ, ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് എക്യുപ്മെന്റുകൾ വേണം അല്ലെ. അപ്പൊ എന്താണ്? എക്സ്റേ, ഓപ്പറേഷൻ തിയേറ്റേഴ്സിലെ എക്യുപ്മെന്റുകൾ അല്ലെ. അപ്പൊ എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രധാന മേജർ ഓപ്പറേഷൻസ്, പ്രധാന പ്രവർത്തനങ്ങൾക്ക് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾ ഉൾപ്പെടുന്നു. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ ഓർ അക്കൗണ്ടിംഗ് ടേംസ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഈസ് കോൾഡ് ഫിക്സ്ഡ് അസറ്റ് അല്ലെ. പിന്നെ എന്താണ്? ഫിനാൻഷ്യൽ ഓർ അക്കൗണ്ടിംഗ് ടേംസിൽ നമ്മ ഫിനാൻഷ്യലോ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ടേംസിൽ നമ്മ ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾ എന്ത് പറയുന്നു? ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നു, സ്ഥിര ആസ്തികൾ എന്ന് പറയുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ. നെക്സ്റ്റ്, hospital equipment management consists of 5 points. നമ്മുടെ ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റുകളുടെ മാനേജ്മെന്റ് 5 പോയിന്റ്സിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ ഒരു എക്യുപ്മെന്റ് വാങ്ങുന്നത് അല്ലെ, പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം അല്ലെ. വേണോ? ആ ഒരു എക്യുപ്മെന്റ് വാങ്ങുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യണ്ടേ? ആസൂത്രണം ചെയ്യണ്ടേ? ആ എക്യുപ്മെന്റ് വാങ്ങാനുള്ള ഫണ്ട് ഉണ്ടോ അല്ലെ? സോറി, ഫണ്ട് അല്ല, എന്താണ്? ആ ഒരു എക്യുപ്മെന്റ് അവർക്ക് ഉപയോഗപ്രദമാണോ അല്ലെ? ആണോ? പിന്നെ എന്ത് ചെയ്യും? നമ്മ എല്ലാവരുടെയും സർവേ നടത്തോ? സാധ്യത അല്ലെ, യൂസ്ഫുൾ ആണോ അല്ലെ? എല്ലായിടത്തും പിന്നെ എന്താണ്? സർവേ നടത്തും അല്ലെ. അവർക്ക് ഏത് എന്താണ് എക്യുപ്മെന്റ് ആണ് ഏറ്റവും നല്ലത് അല്ലെ, കുറെ നാളെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ, കേടുപാടുകളൊക്കെ കൂടാതെ അവർക്ക് ഒരുപാട് നാളെ യൂസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെ അവർ സെർച്ച് ചെയ്യോ? അപ്പൊ എന്താണ്? പ്ലാൻ
ഫോർ ദി എക്യുപ്മെന്റ് വാങ്ങുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒക്കെ ആയി കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യും അല്ലെ? പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? പർച്ചേസ് ചെയ്ത് അവർ ഉപയോഗിച്ചാൽ എന്താണ്? മെയിൻ്റെനൻസ് ചെയ്യണം അല്ലെ? വർഷം തോറും സർവീസ് ചെയ്യണം, ഓയിൽ കൊടുക്കണം അല്ലേ? മെയിൻ്റെനൻസ് ചെയ്യണ്ടേ? നമ്മ കാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് കാർ ഉണ്ടെങ്കിൽ നമ്മൾ അത് മെയിൻ്റെനൻസ് ചെയ്യാറുണ്ടോ? എല്ലാ വർഷവും സർവീസ് ചെയ്യും അല്ലേ? സർവീസ് ചെയ്യും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റുകൾ എന്താണ്? മെയിൻ്റെനൻസ് ചെയ്യുക എക്യുപ്മെന്റുകൾ. നെക്സ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കണോ? ശരിയായ രീതിയിൽ ഉപയോഗിക്കണം അല്ലേ? നമ്മ ഒരുപാട് സമയം ഓവർ യൂസ് ചെയ്യാൻ പാടുണ്ടോ? പ്രോപ്പറായ രീതിയിലായിരിക്കണം അല്ലെ എക്യുപ്മെന്റുകൾ ഉപയോഗിക്കേണ്ടത്. യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ് അല്ലെ? എന്താണ്? ഉപകരണങ്ങളുടെ നിരസിക്കൽ. ഇപ്പൊ സ്ക്രാപ്പ് വന്ന് അതല്ലെങ്കിൽ അത് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റോ? ഇല്ല. അപ്പൊ അതാണ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. എന്താണ്? അവർക്ക് സ്ക്രാപ്പ് അത് ചീത്തയായി പോവാ, അത് ഉപയോഗിക്കാൻ പറ്റാണ്ടായി സ്ക്രാപ്പ് ആവുക, അല്ലെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ആയി പോവാ അല്ലെ? പ്രവർത്തനരഹിതമായി പോകുക അല്ലെ? അപ്പൊ അതൊക്കെയാണ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിൽ ഡിസ്പോസൽ 5 സ്റ്റെപ്പ് പോയിന്റ്സ് ആണ് ഉൾക്കൊള്ളുന്നത്. ഫസ്റ്റ് എക്യുപ്മെന്റ് വാങ്ങുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക, എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുക, വാങ്ങിച്ച എക്യുപ്മെന്റുകളെ ശരിയായ രീതിയിൽ അവർ മെയിൻ്റെനൻസ് ചെയ്യുക, യൂട്ടിലൈസേഷൻ ഉപയോഗിക്കുക. അതെന്താണ്? ഉപയോഗമൊക്കെ കഴിഞ്ഞ അവരുടെ ഫിസിക്കൽ പീരീഡ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് അത് അവർ ഉപേക്ഷിക്കുക അല്ലെ? സ്ക്രാപ്പിൽ കൊടുക്കുക. അതല്ലെങ്കിൽ അവര് എന്താണ്? ചെറിയ ചെറിയ ഹോസ്പിറ്റലുകാർക്കൊക്കെ ചിലപ്പോ വാങ്ങിക്കാൻ പറ്റില്ല അല്ലെ? മെഷീനറീസ്. അപ്പൊ ഒരു പുതിയത് വാങ്ങിക്കുമ്പോഴേ ചെറിയ ഹോസ്പിറ്റലിനൊക്കെ കൊടുക്കുക. ഓക്കെ ആണോ? റീസെൽ ചെയ്യാം. ഇന്നടുത്ത ഭാഗം ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ മിസ് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. പ്ലാനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ പെടുന്നുണ്ട്, പർച്ചേസിൽ എന്തൊക്കെ കാര്യങ്ങൾ പെടുന്നുണ്ട്, മെയിൻ്റെനൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ പെടുന്നുണ്ടെന്നൊക്കെ എനിക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.